മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇപ്പോൾ കിച്ചൺ ഏരിയയിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് അനുമോള് കുക്കിംഗ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെവീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിച്ചണിലൂടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അനുമോള് 2 ദിവസമായി നെവീനെ കുത്തി പറയുന്നൊരു കാര്യമാണ്, ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണ് അവൻ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് അറിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇന്നലെയും ഇത് അനുമോള് നെവീനോട് പറയുന്നുണ്ടായിരുന്നു. ഇന്നും 2-3 തവണ അനുമോള് നെവീനോട് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. അനുമോൾ ഉദ്ദേശിക്കുന്നത് നെവീന് ഇപ്പോഴാണ് ജിസേലിൻ്റെ സ്വഭാവം മനസ്സിലായത് എന്നാണ്. അനുമോള് തക്കാളി എന്തോ അരിയുകയാണ് കേട്ടോ. ആ സമയത്ത് നെവീൻ അതിൽ നിന്നും ഒരു തക്കാളിയുടെ പീസ് എടുക്കുന്നു. ഉടനെ അനുമോളുടെ ഭാവമൊക്കെ മാറിട്ടോ. നെവീനോട് ദേഷ്യപ്പെടുന്നു, തക്കാളി കള്ളൻ എന്നൊക്കെ വിളിക്കുന്നു. ഉടനെ നെവീൻ തന്നെ പറയുന്നു, ഇത്രയും നേരം ചിരിച്ച് സംസാരിച്ചിട്ട് പെട്ടെന്ന് മുഖം പോയത് കണ്ടോ, ആ മുഖം ഒന്ന് നോക്കട്ടെ, ഇന്നലെ പാൻ കേക്ക് ഉണ്ടാക്കിയ മുഖം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നെവീൻ അനുമോളുടെ മുഖത്തേക്ക് നോക്കുന്നു. പെട്ടെന്ന് അനുമോൾക്ക് ചിരി വരികയാണ്. അതുവരെ ഉണ്ടായിരുന്ന ആ ദേഷ്യം അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് നെവീൻ പറയുന്നത്, ഞാൻ തക്കാളിക്കള്ളനാണെങ്കിൽ നീയും കള്ളിയാണ്, നീ പെരും കള്ളിയാണ്, നീ ജിസേലിൻ്റെ ബെഡിൽ നിന്നും പഴമെടുത്തില്ലേ. ആ സമയത്തൊക്കെ അനുമോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അനുമോൾക്ക് സപ്പോർട്ട് പിടിച്ച് ആദിലയും നൂറയും ഉണ്ട്. ഉടനെ ആദിലയും നൂറയൊക്കെ പറയുന്നുണ്ട്, ആരെടുത്തു, എവിടെ നിന്നെടുത്തു, പഴമൊന്നും എടുത്തില്ല. നെവീൻ അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നാദില, ഞാൻ ഇന്നലെ കണ്ടതാണ്, ഇവൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ജിസേലിൻ്റെ പഴമാണ് കട്ടെടുത്തുകൊണ്ട് വന്നത്. ഞാൻ തക്കാളിക്കള്ളനാണെങ്കിൽ ഇവള് പഴം കള്ളിയാണ്, ഇവള് സമ്മതിക്കട്ടെ ഇവള് കള്ളിയാണെന്ന്, പേരും കള്ളിയാണ്. ഉടനെ ആദില സോപ്പിട്ട് നെവീനോട് പറയുന്നുണ്ട്, ഒരു പഴമല്ലേടാ, ആ പഴം പോയല്ലോ, ആ കേസ് അങ്ങ് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നു. നെവീൻ അപ്പോൾ തമാശയ്ക്ക് അനുമോളോട് പറയുന്നുണ്ട്, നീ പഴംകള്ളിയാണെന്ന് സമ്മതിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ പോയി ജിസേലിനോട് പറയും, വലിയ പ്രശ്നമാകുമെന്നൊക്കെ. കാരണം ജിസേൽ ഇന്ന് രാവിലെയും കൂടി അനുമോളോട് വന്ന് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ കബോർഡിൽ വെച്ച പഴം കാണാനില്ല, ആരോ കട്ടെടുത്തോണ്ട് പോയെന്നൊക്കെ. അപ്പോഴും അനുമോള് വലിയ ആക്ഷനൊക്കെ ഇട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു, അയ്യോ ആരെടുത്തോണ്ട് പോയി എന്നൊക്കെ. പക്ഷേ നെവീൻ ഇപ്പോഴാണ് അനുമോളാണ് ആ പഴം എടുത്തതെന്ന് പറയുന്നത്. ആദിലയ്ക്കും നൂറയ്ക്കും അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടെന്ന് തോന്നുന്നു. നെവീൻ 2-3 തവണ പഴങ്കള്ളി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനുമോള്. ഈ സീസൺ തുടങ്ങിയ സമയത്ത് അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് ജിസേൽ വിളിച്ചതിന് അനുമോൾ എന്തൊക്കെ അഭിനയമായിരുന്നു നടത്തിയത്. ഞാൻ കട്ടത് നീ കണ്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കട്ടിട്ടില്ല, ഞാൻ ഇനി കക്കുകയുമില്ല, ഇവിടെ എല്ലാവരും പലതും കക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കക്കില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഫിസിക്കൽ അസാൾട്ട് വരെ പോയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞുള്ള ആഴ്ച അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി റെന ഫാത്തിമയും ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുമ്പോൾ അതിനും അനുമോള് കുറച്ച് അഭിനയമൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. നിന്റെ ഫാമിലിയിൽ നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചേക്കുന്നത്, എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെയല്ല പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയാണ് ഇപ്പോൾ ജിസേലിൻ്റെ പഴം കട്ടെടുത്തിരിക്കുന്നത്. ഇനി എന്തർഹതയാണ് അനുമോൾക്ക് ജിസേലിനെ കള്ളി എന്ന് വിളിക്കാനുള്ളത്? ജിസേലിനെ മാത്രമല്ല കേട്ടോ, നെവീനെയും തക്കാളിക്കള്ളൻ എന്ന് വിളിക്കാൻ ഒരർഹതയും അനുമോൾക്കില്ല. ഓന്ത് നിറം മാറുന്നത് പോലെയാണ് അനുമോള് നിറം മാറുന്നത്. മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, പക്ഷെ തനിക്ക് എന്തും ചെയ്യാം. ഇന്നലെയും അനുമോള് ആര്യൻ അനുമോളുടെ പ്ലാച്ചിയെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ് ആര്യൻ്റെ ഫേസ് വാഷോ ക്രീമോ എന്തോ പോയി ആര്യൻ്റെ ആ ബെഡ് സ്പേസിൽ നിന്നും എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് പിന്നെ അനുമോള് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതല്ല, ആര്യനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അതെടുത്ത് ഒളിപ്പിച്ച് ആദിലയുടെ ഡ്രസ്സിൻ്റെ അടിയിൽ വെച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഒനീല് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് കാപ്പി ഇട്ട് കുടിച്ചു. ഇതൊക്കെ മോഷണത്തിൽപ്പെട്ടത് തന്നെയാണ്. ബിന്നി അനുമോളെ വിശ്വസിച്ച് അനുമോളെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് ആ കോഫി പൗഡർ. ഇവരെന്തെങ്കിലും കട്ടെടുത്ത് എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കൊടുത്താൽ എല്ലാവർക്കും കൂടിയല്ലേ, അല്ലെങ്കിൽ അത് ചെറിയ കാര്യമല്ലേ, വിട്ടേക്കു എന്ന് പറയും. ജിസേൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അനുമോൾ ഉടനെ പറയും, ജിസേലിൻ്റെ ഫേവറിസം കാണിച്ചു, ജിസേലിന് ഇഷ്ടപ്പെട്ട കുറച്ച് പേർക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ ജിസേൽ കട്ടെടുത്ത് സ്വയം കഴിക്കുകയാണെന്നൊക്കെ പറയും. ഇത് എവിടുത്തെ ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെല്ലാം അപ്പുറം അനുമോൾ എന്ത് ചെയ്താലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് ആദിലയും നൂറയുമാണ്. ഇപ്പോൾ പോലും നെവീൻ അങ്ങനെ പറയുമ്പോൾ, അതായത് അനുമോള് ജിസേലിന്റെ പഴം കട്ടെടുത്തു എന്ന് പറയുമ്പോൾ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി തന്നെ ആദില പെട്ടെന്ന് പറയുന്നത്, അതൊരു പഴമല്ലേടാ, എന്തായാലും പഴം പോയില്ലേ, ആ കേസ് അങ്ങ് വിട്ടേക്ക് എന്നാണ്. പഴങ്കള്ളിയെ എന്തായാലും നെവീൻ വെളിച്ചത്ത് കൊണ്ടുവന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.